പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ എല്ലാവരും നമ്മൾ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തന്ന അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരും ഈ പ്രാർത്ഥന കേൾക്കുന്നവരും കർത്താവെ, അവരുടെ സകല ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാം ജീവിതത്തിലേക്ക് കർത്താവെ അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവിക അനുഭവം അവരുടെ ജീവിതത്തിൽ ലഭിക്കണം. കേൾക്കുന്ന വാക്കുകൾ, വചനങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുചെല്ലണമേ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ വേഗം ഇന്ന് കർത്താവ് നമുക്കായിട്ട് തന്നിട്ടുള്ള തിരുവചന ഭാഗത്തിലേക്ക് കടന്നു പോകാം. നമുക്ക് വളരെ പരിചിതമായ തിരുവചന ഭാഗത്തിൻ്റെ ചില കാര്യങ്ങൾ കർത്താവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലെ ചില കാര്യങ്ങളാണ് ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. എനിക്കറിയാം, നമുക്കെല്ലാം വളരെ പരിചിതമാണ്. പ്രത്യേകിച്ചും വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ച് അറിയാത്തവർ ആരുമില്ല. അപ്പം അതിലെ ഈ ഉപമകളുടെ ഉദ്ദേശ്യം എന്ത് എന്നുള്ളൊരു ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് ഒത്തിരി ആൾക്കാർ വന്നപ്പോൾ യേശു അവരെല്ലാം അടുത്ത് വിളിച്ച് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. യേശു ഉപമകളിലൂടെയാണ് അവരോട് സംസാരിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ആ സാഹചര്യത്തിൽ യേശു വിധക്കാരൻ്റെ ഉപമ പറയുകയുണ്ടായി. എന്നാൽ ഈ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഉപമകളുടെ ഉദ്ദേശ്യം എന്താണ്? വളരെ മനോഹരമായ മറുപടിയാണ് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. നമുക്കും ആ മറുപടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് യേശു ജനക്കൂട്ടം തൻ്റെ അടുത്ത് വന്നപ്പോൾ ഉപമകളിലൂടെ സംസാരിച്ചത്? ഈ ചോദ്യം യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, അവരോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ഈ ജനത്തിനാകട്ടെ അത് ലഭിച്ചിട്ടില്ല. അപ്പോൾ യേശു ഈ ഉപമകളിലൂടെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ അവർക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് യേശു അവരോട് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ലഭിച്ചത് കൊണ്ട് നിങ്ങളോടല്ല, ഈ ജനക്കൂട്ടത്തോട് ഉപമകളിലൂടെ സംസാരിക്കുകയാണ്. അവരങ്ങനെയെങ്കിലും ഗ്രഹിക്കട്ടെ. വചനം എപ്പോഴും സ്വർഗരാജ്യത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. യേശു വന്നതും സ്വർഗരാജ്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ജനങ്ങൾക്ക് ഇത് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് യേശു അവരോട് ഡയറക്റ്റായിട്ട് വചനം പറയുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉപമകളിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് ഈ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കൃപ ലഭിക്കാത്തതെന്ന് പിന്നീട് യേശു അവരോട് പറഞ്ഞു കൊടുക്കുക, തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുക, കണ്ണ് ഉണ്ടായിട്ടും കാണുന്നില്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ല, മാത്രമല്ല ഇതവർ മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യേശു പറയുകയാണ്, അവർക്ക് കണ്ണുണ്ട് പക്ഷെ അവർ കാണുന്നില്ല, അവർക്ക് ചെവിയുണ്ട് അവർ കേൾക്കുന്നില്ല.
ഗ്രഹിക്കാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ അവർക്ക് ഗ്രഹിക്കാനോ യേശുവിനെ കണ്ടെത്താനോ അവരുടെ ഹൃദയത്തിലേക്ക് ഈ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ടാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. വീണ്ടും യേശു അവരോട് പറയുകയാ, അവര് തൻ്റെ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരത്തിലേക്ക് വന്നാൽ മാത്രമേ എനിക്ക് അവരെ സൗഖ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഈ ജനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് ഗ്രഹിച്ചിട്ട് മാനസാന്തരത്തിലേക്ക് വന്നാൽ മാത്രമേ എനിക്ക് അവരെ സൗഖ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ സൗഖ്യത്തിലേക്ക് വരുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള കൃപ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ശരിക്കും ഈ ജനക്കൂട്ടത്തിന് പറ്റിയത് എന്താ? കർത്താവ് വീണ്ടും വചനത്തിൽ പറയുക, അവർ കാണുന്നു എന്നാൽ കാണുന്നില്ല, അവർ കേൾക്കുന്നു എന്നാൽ കേൾക്കുന്നില്ല. ഹൃദയത്തിലേക്ക് വചനം കടന്നു വരുന്നുണ്ട്, പക്ഷേ ഹൃദയം കഠിനമായിരിക്കുന്നത് കൊണ്ട് അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നോക്കി, എത്ര ശക്തമായ വാക്കാ കർത്താവ് പറയുന്നത്. അവര് കാണുന്നു എന്നാൽ കാണുന്നില്ല, കേൾക്കുന്നു എന്നാൽ കേൾക്കുന്നില്ല. വചനം ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്, എന്നാൽ അത് ഹൃദയം കഠിനമായിരിക്കുന്നതുകൊണ്ട് അവർ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ജനക്കൂട്ടത്തെ പ്രശ്നമാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതേ വിഷയമുണ്ട്. നമുക്ക് യേശുവിനെ കാണാനുള്ള വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. വചനം നമ്മൾ കേൾക്കുന്നു, എന്നാൽ കേൾക്കാത്തവരെ പോലെ നമ്മൾ ജീവിക്കുന്നു. ഹൃദയത്തിലേക്ക് വചനം കടന്നു വരുന്നുണ്ട്, എന്നാൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ മോഹങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന വചനത്തെ നമ്മൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവർ ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങൾ ഈ രീതിയിലായതുകൊണ്ട് എനിക്ക് അവരോട് വചനം നേരിട്ട് പറയുമ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവർ കാണേണ്ട യേശുവാണ് അവരുടെ മുമ്പിലിരിക്കുന്നത്, അവർ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. എന്നാൽ അവർക്ക് ഈ യേശുവിനെ യഥാർത്ഥത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യേശുവിൻ്റെ വാക്കുകൾ അവർ കേൾക്കുന്നുണ്ട്, എന്നാൽ അതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കടന്നു പോകുന്നത് പോലെയാ. കേൾക്കുന്ന വചനങ്ങളൊന്നും അവർ ഹൃദയത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. അവർ വരുന്നത് കുറച്ച് സൗഖ്യങ്ങൾ ലഭിക്കാനും കുറച്ച് അപ്പം കഴിക്കാനും എല്ലാവരുടെയും കൂടെ ഒരു ആഘോഷം പോലെ നടക്കാൻ, പിന്നെ യേശുവിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ആരാണ് ഇവന് ഇതിനുള്ള അധികാരം കൊടുത്തത്? ഇവൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്നതാണോ? ഇനി ഇവിടെയുള്ള നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും യേശു സംസാരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ കണ്ടെത്തി അത് മുകളിലുള്ളവർക്ക്, ന്യായാധിപന്മാർക്കോ പുരോഹിതൻ പ്രമുഖന്മാർക്കോ ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്ന പല ലക്ഷ്യങ്ങളോടെ ജനക്കൂട്ടം യേശുവിന് ചുറ്റും നടക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, ഇവരെ എനിക്ക് തൊടണമെങ്കിൽ, ഇവരെ എനിക്ക് സൗഖ്യപ്പെടുത്തണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റം എന്ന് പറയുന്നത്, അവര് കാണേണ്ടത് കാണണം, കേൾക്കേണ്ടത് കേൾക്കണം, അത് അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ അവർക്ക് പറ്റണം. യേശു പഠിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് വരികയും അത് അവരുടെ മാറ്റത്തിനും ഒരു മാനസാന്തരത്തിനും കാരണമാകുകയും ചെയ്താൽ മാത്രമേ യേശുവിനെ സുഖപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുകയും വചന ക്ലാസ്സുകൾ കേൾക്കുകയും ഒരുപാട് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടും കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്.
സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ധാരണ നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്നു എന്നുള്ളതാ. കർത്താവ് പറയ ശിഷ്യന്മാരോട് പറഞ്ഞു, അത് നിങ്ങൾക്കേ ലഭിച്ചിട്ടുള്ളൂ. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ നിങ്ങൾക്കേ ലഭിച്ചിട്ടുള്ളൂ. അവർക്ക് കാണുന്നത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, കേൾക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുക, അവർക്ക് മാനസാന്തരപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനെ മാനസാന്തരത്തിലേക്ക് വരുന്ന വ്യക്തിയെ എനിക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ സൗഖ്യം സംഭവിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയം വല്ലാതെ കഠിനമാക്കി അവർ വെച്ചിരിക്കുകയാണ്. നമ്മളുടെയൊക്കെ കൊച്ചു ജീവിതത്തിലേക്ക് നോക്കിയാലും ഇന്ന് കർത്താവ് ഇതേ കാര്യം നമ്മളോട് തന്നെ പറയുകയാണ്. നമ്മൾ കർത്താവിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ രണ്ട് കാര്യം കൃത്യതയോടെ ചെയ്യുന്നവന് മാത്രമേ യഥാർത്ഥ മാനസാന്തരത്തിന്റെ വഴികളിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മാനസാന്തരത്തിന്റെ വഴികളിലൂടെ വരുന്നവർക്ക് മാത്രമേ കർത്താവിന് അവരെ ഒന്ന് സ്പർശിക്കാനോ അവരെ സൗഖ്യപ്പെടുത്താനോ അവരുടെ ജീവിതത്തിൽ ഒന്ന് ഇടപെടാനോ പറ്റത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചിട്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, വർഷങ്ങൾ പലതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് കാണുന്നില്ല. അതിന് കാരണം കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നു, എന്നാൽ അത് ഗ്രഹിക്കുന്നില്ല. കാതുകൊണ്ട് കേൾക്കുന്നു, അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാനസാന്തരപ്പെടാനോ എനിക്ക് നിങ്ങളെ സൗഖ്യപ്പെടുത്താനോ പറ്റുന്നില്ല. കർത്താവ് പറയുക, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. എന്ത് കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്? സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ ഉള്ളവന് അത് വീണ്ടും വീണ്ടും നൽകപ്പെടും, സമൃദ്ധമായിട്ട് അവനത് ലഭിക്കും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ള കൃപ കൂടി നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്ന കാര്യം കേട്ടോ, ആത്മീക ജീവിതത്തിലെ കാര്യമാണ് കർത്താവ് പറയുന്നത്. ഉള്ളവര് വീണ്ടും നൽകപ്പെടുമെന്ന് പറയുമ്പോൾ കേൾക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, മാനസാന്തരത്തിന് യോജിച്ച രീതിയിൽ ജീവിക്കാനുള്ള കൃപ, കർത്താവിന്റെ സൗഖ്യം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാനുള്ള കൃപ കൂടുതൽ കൂടുതലായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ ധരിച്ചിരിക്കുന്നത് പോലും എടുത്തു മാറ്റപ്പെടും. കണ്ടോ, വചനം പറയുന്നതും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ ഭൗതിക ജീവിതത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. പലരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, കർത്താവേ ഈ വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് പണിതുയർത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവര് അത് ഭൗതിക ജീവിതത്തിലെ പണിയലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാ, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ജ്ഞാനം ലഭിക്കും. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് വീണ്ടും വീണ്ടും ദൈവവചനം മനസ്സിലാക്കാനും സ്വർഗരാജ്യം നോക്കി ജീവിക്കാനുള്ള കൃപ ഞാൻ തരും. വീണ്ടും വചനത്തിലേക്ക് വരുമ്പോൾ പറയുകയാ, കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാ, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു, നിങ്ങളുടെ
കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. ശിഷ്യന്മാരുടെ കർത്താവ് പറയാം, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവയാ, നിങ്ങൾ കാണേണ്ടത് കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവയാ, കേൾക്കേണ്ടത് കേൾക്കുന്നു. ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കും മുമ്പ് കർത്താവിനെ ഒന്ന് കാണാൻ, കർത്താവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. ഒരായുഷ്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലെ ദൈവത്തെ ഒന്ന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ യേശുവിനെ ഒന്ന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ കാതുകൾ യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന തിരുവചനങ്ങൾ, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മളെപ്പോലെ പരാജിതരായിട്ടുള്ള വിശ്വാസികൾ വേറെ ഉണ്ടാവത്തില്ല. നമ്മളെക്കുറിച്ച് കർത്താവ് പറയുകയാ, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം തന്നെ യേശുവിനെ കാണണം എന്നുള്ളതാണ്. യേശു പഠിപ്പിച്ച വചനത്തിൻ്റെ പൊരുളുകൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റണം. യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആവശ്യം. എന്നാൽ പലപ്പോഴും നമ്മൾ യേശുവിലേക്ക് നോക്കാറില്ല, നമ്മൾ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാറില്ല. കാരണം യേശുവിലേക്ക് നോക്കുന്നവൻ യേശു പറഞ്ഞതുപോലെ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്നവനെ യേശു ഒന്ന് തൊടും. പിന്നീട് അവൻ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. ശരിക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് നോക്കിയാൽ അറിയാം, യേശു നമ്മളെ തൊട്ടിട്ടുണ്ടോ? നമ്മൾ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വന്നിട്ടുണ്ടോ? യേശു ആഗ്രഹിക്കുന്ന ഫലം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? യേശു അവരോട് വീണ്ടും പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. അനേകം നീതിമാന്മാരും പ്രവാചകന്മാരും പ്രാർത്ഥിക്കുന്നവരും ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരുമായിട്ടുള്ള ഒത്തിരി ആൾക്കാര് ഈ യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു, എന്നാൽ അവര് കണ്ടില്ല. ഈ യേശുവിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ ആഗ്രഹിച്ചു, അവര് കേട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവരാ, നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റി, യേശുവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റി. ഇന്നും ഇതേ കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുകയാ. നമ്മളിൽ പലരും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, യേശുവിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഭാഗ്യപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും ശുശ്രൂഷ ചെയ്യുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും ധ്യാനിപ്പിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഈ യേശുവിനെ കാണാൻ സാധിക്കുന്നില്ല, കേൾക്കാൻ സാധിക്കുന്നില്ല. യേശു പറയുക, അതിൻ്റെ കാരണം നിങ്ങൾ കാണുന്നു പക്ഷേ ഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ചെയ്തിട്ട്, കാണുകയും കേൾക്കുകയും ചെയ്ത് ഒന്ന് മാനസാന്തരത്തിലേക്ക് വന്നേ, ഞാൻ നിങ്ങളെ ഒന്ന് സ്പർശിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ യഥാർത്ഥത്തിൽ കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ സാന്നിധ്യവും സ്വാധീനവും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ആത്മീക ജീവിതത്തിൽ നിങ്ങളെ ഇസ്രായേൽക്കാരെ നയിച്ചതുപോലെ ഞാൻ കൈപിടിച്ച് നടത്തും. ദാവീദ് പറഞ്ഞതുപോലെ ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവം, മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവം. പ്രവാചകന്മാരും അനേകം പുരോഹിതന്മാരും ഒക്കെ ആഗ്രഹിച്ചു, പക്ഷേ അവർക്ക് അവരുടെ ജീവിതത്തെ ഒന്ന് മാറ്റാൻ പറ്റിയില്ല. ഈ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർക്കൊന്ന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട്
അവർക്ക് ഈ കർത്താവിനെ കാണാനും കേൾക്കാനുമുള്ള ഭാഗ്യം ലഭിച്ചില്ല. ഇന്നത്തെ വചനത്തിൽ കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാ. നമ്മളോടും കർത്താവ് പലപ്പോഴും ഉപമകളിലൂടെ സംസാരിക്കുകയാ. അതിൻ്റെ കാരണം നമ്മുടെ യേശു ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒന്ന് മാറാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മുടെ കണ്ണുകൾ ഒന്ന് തുറക്കണം, കാതുകൾ ഒന്ന് തുറക്കണം, കഠിനമായിരിക്കുന്ന ഹൃദയം ഒന്ന് എളിമപ്പെടണം. എൻ്റെ കർത്താവിനെ ഒന്ന് കണ്ട് കേട്ട് അനുഭവിച്ചൊരു ഭാഗ്യപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകേണ്ടതിന് വേണ്ടി നമുക്കത് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ മനോഹരമായ രീതിയിൽ കർത്താവ് സംസാരിച്ചല്ലോ. ഇത് കേൾക്കുന്ന എല്ലാവരും കർത്താവെ അവിടുത്തെ കാണാനും കേൾക്കാനും അവിടുത്തെ ഒന്ന് മനസ്സിലാക്കാനും അങ്ങയോട് ചേർന്ന ഒരു സ്വർഗീയ വഴികളിലൂടെ യാത്ര ചെയ്യാനും കർത്താവ് ശക്തിപ്പെടുത്തണം. കുറവുകളെല്ലാം കർത്താവെ മാറ്റണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ വേദനകളും പരാജയങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക പരാധീനങ്ങളും രോഗങ്ങളും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ കർത്താവെ അങ്ങ് ഓരോ വ്യക്തികളുടെ മേലും കടന്നു ചെല്ലണം. മാനസാന്തരത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരണം. അങ്ങ് അവരുടെ മേൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ആ സൗഖ്യം സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള കൃപയായിട്ട് കർത്താവ് എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുതനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.